അപ്പോൾ ലീക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വടം നിറച്ച് വെച്ചു. അല്ല ഗൈസ്, അപ്പോൾ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ പണിയിലോട്ട് കടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഗൈസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാ കൈക്കോട്ട്. എന്തായാലും നമ്മൾ നേരെ ഓട് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ചെറിയ സെറ്റപ്പിലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പണിയിലോട്ട് കിടക്കാം ഗൈസ്. പിന്നെ നോക്കാൻ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നോക്കട്ടെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പം നേരെ മുട്ടി മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ ഓട് വെക്കാനുള്ള ഇതായിട്ടുണ്ട് കേട്ടോ. ഓട് വെച്ചിട്ട് നമ്മൾ നേരെ ടാർപ്പായി വിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓട് അവിടെയാണ് ഗൈസ്. ഇവിടുന്ന് തികഞ്ഞിട്ടില്ല. നമ്മളെ മുകളിലും കുറച്ചുണ്ട്, അത് എടുത്തോണ്ട. നേരെ നമുക്ക് ഇനി ഓട് വെക്കണ പരിപാടിയിലോട്ട് ഇറക്കാം. ഉള്ളുറുമ്പാണ് ഗൈസ്. നോക്കാം. ഓടെന്തായാലും അവിടെ വെച്ചിട്ടുണ്ട്. പൈസ നമ്മൾ ഓടല്ലാതാ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നേരെ നമുക്ക് ചെറിയ കോളാട്ടം ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ എന്തായാലും കുറച്ച് സ്പേസ് വേണ്ട ഗൈസ് മൊയ്യിന്. അപ്പോൾ എന്തായാലും നേരെതാ നമുക്കിനി നേരെ അടുക്കുക ഗൈസ്. ഗൈസ് അപ്പോൾ കുറച്ച് പണിയെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഓട് അവിടുന്ന് എടുക്കുമ്പോഴത്തേന് തട്ടിക്കൊണ്ട് ഞാനൊക്കെ കുഴങ്ങണം ഗൈസ്. അതിലാണ് ഉറുമ്പ്, പല്ലി, അതേപോലെ തന്നെ എട്ടുകാലമൊക്കെ ഉണ്ട് ഗൈസ്. പാമ്പുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാ നല്ല വിശക്കണു. നേരെ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കാണാം ഗൈസ്. സമയം എന്തായാലും 12:30 ആയിട്ടുണ്ട്. ഒന്നായിട്ടില്ല കേട്ടോ ഗൈസ്. തളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്നുണ്ട്. എന്തായാലും ആവിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് കഴിച്ചിട്ട് കാണാം. ബൈ ബൈ അല്ല അതിന് ശേഷമുള്ളത് കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടാ നിൽക്കുകയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ മൊയ്ത അതിൽ പരലുകളൊക്കെ ഉണ്ട് ഗൈസ്. ഫുഡിനായിട്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. നമ്മുടെ മുഷി എവിടെ ഗൈസ്? താഴെ ഉണ്ടാവും. ഹലോ ആ ഗൈസ് അടിയിലുണ്ട് ഗൈസ്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, കണ്ടില്ല ഗൈസ്. അപ്പം ഇനി നമ്മളെ പണിയിലോട്ട് കിടക്കാം. നേരത്തെ ഇതിലൂടെ പോയി തോലൂടെ വന്ന് ഇതേ നമ്മളെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഇനി കുറച്ച് അടിക്ക് താഴത്തെ ഐസ് നമുക്ക് കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഒന്ന് ലെവലായിരിക്കാം. അപ്പോൾ നമുക്ക് ആ പണിയിലോട്ട് കിടക്കാം ഗൈസ്. ഇത് നമ്മുടെ കുഞ്ഞുട്ടി എത്തിയിരിക്കുകയാണ്. ഗൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിക്കുള്ള അടിക്ക് ഇടണ അടിക്ക് കുറച്ച് മണ്ണിലിടാം, അല്ലെങ്കിൽ ഓട്ടാവും. നേരതാ ഗൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ മണലിടാൻ പോവാണ്, പാറപ്പൊടി. നമ്മളെ കുഞ്ഞുട്ടി എന്തായാലും എത്തിയിട്ടുണ്ട്. മഴ പെയ്ത് അങ്ങനെ അങ്ങനെ വിരിച്ചടാ ഗൈസ്. അപ്പോൾ നമ്മളെ മഴ ചതിച്ചു കഴിച്ചു. നല്ല മഴ പെയ്തു. അങ്ങനെ വിരിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ. അടിക്കാർക്കോ
A few moments later. മഴയും കാര്യങ്ങളൊക്കെ അതേ തോർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ടാർപ്പായി വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മളെ മീനിട്ട് കയറായിരിക്കാൻ നമ്മളെ തുണി വിരിച്ചാണ് സൈഡിൽ കൂടി നമ്മളെ കല്ലിൻ്റെ ഇടയിൽ കൂടി ണ്ടല്ലോ. ഇത് മടക്കി വെച്ച മടക്കി കാഴ്ച. നമ്മളത് എല്ലായിടത്തും എന്താ ടാർപ്പായി കയറായിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ നമുക്ക് ടാർപ്പായി വെച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗായ്സ് അപ്പോൾ അങ്ങനെ നേരെ നമ്മളിതാ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓടുതാ ഇട്ട് വന്നാൽ ഇവിടെ കുറച്ച് ക്ലീൻ ആക്കാണ്ട് ഗൈസ്. ഇവിടെ എന്തായാലും ക്ലീൻ ആക്കാം. എന്തായാലും നേരെ നമുക്ക് ഓസിട്ട് നേരെ വെള്ളം ഒഴിച്ചായില്ലേ ലോണിട്ടിയേ നേരെ വെള്ളം ഒഴിച്ചാ. ഗൈസ് അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് മീനെടുത്തില്ല ഗൈസ്. അപ്പോൾ ലീക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വടം നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നോക്കാൻ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ നോക്കാണ്ട് ഇതിൽ കുഞ്ഞിട്ട് പരക്കാനൊക്കെ ചെയ്യും കണ്ടാറ് ഗൈസ്. അപ്പോൾ എന്തായാലും നാളെ വെച്ചിട്ട് എങ്ങനെ വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് നാളായിട്ട് മീനിടാം. അപ്പോൾ ഗൈസ് നോക്കാടി നമ്മളെ ചെക്കൻ എന്തായാലും ടാങ്കിത്തെ കുറച്ച് വെള്ളമൊക്കെ കളഞ്ഞിതാ വെച്ചേക്കാണ് കേട്ടോ. എന്തായാലും ഗൈസ് അപ്പോൾ നോക്കാണിതാ തെളിഞ്ഞ് കിടക്കണ്ട കേട്ടോ വെള്ളം. അത് 2-3 പാരലും ഇട്ടിട്ടുണ്ട്. വണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ചെക്കൻ അവിടെ കിടക്കണം കേട്ടോ. നോക്കുകയാണെങ്കിൽ വെള്ളം നമ്മളത് അത്ര നിറച്ചിട്ടുള്ളൂ. നോക്കുകയാണെങ്കിൽ മഴ പെയ്താൽ നിറഞ്ഞോളും ഗൈസ്. എന്തായാലും ചെറിയ കുളം എന്തായാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത കിടക്കാഴ്ച വീഡിയോയിൽ കാണാം. ബൈ ബൈ.